അയാൾ വെല്ലുവിളിക്കുന്നതിന് ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ എനിക്കെതിരായി കേസ് കൊടുത്ത് ഞാൻ കോടതിയിൽ ഹാജരാക്കുമല്ലോ. ഇനി വെല്ലുവിളിക്കുന്നത് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞ ആരെങ്കിലും വെല്ലുവിളിക്കോ? അത് ഞാൻ ഹാജരാക്കിക്കോളാം. അതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് അയച്ചപ്പോൾ മറുപടി കൊടുത്തത്. അദ്ദേഹം 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം മാനനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. കേസ് കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ മാനം എങ്ങനെയാണ് 10 ലക്ഷമായിട്ട് കുറഞ്ഞത്? എങ്ങനെ കുറഞ്ഞത് 10 ലക്ഷം? കോടതിയിൽ കേസ് നടക്കുമ്പോഴല്ലേ അത് അപ്പോഴല്ലേ നടത്തണത്? തെളിവ് തുടങ്ങിയില്ലല്ലോ അവിടെ. അദ്ദേഹം ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്നതാകുമ്പോൾ മാത്രമല്ലേ വാദം തുടങ്ങിയിട്ടുള്ളൂ, അവിടെ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ തെളിവ് ഹാജരാക്കിക്കൊള്ളാമെന്ന് ഞാൻ മറുപടിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. ഞാൻ എന്താ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്? കോടതിയാണ് പറഞ്ഞത് ഈ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരൻ, അതായത് വിൽഫുൾ പർച്ചേസറിന് കൊടുത്തു എന്ന് കോടതിയാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇത് മേടിക്കുന്നത് ഒരു കോടീശ്വരനല്ലേ മേടിക്കാൻ പറ്റുള്ളൂ, പാവപ്പെട്ടവന് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ആർക്കാണ് കൊടുത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. പിന്നീട് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അന്നത്തെ ആളുകൾക്ക് എല്ലാം അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കച്ചവടം നടന്നത്. എന്നിട്ട് അതിനു പകരം ഒരു വ്യാജ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്. ഒറിജിനൽ വിറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആർക്കാണ് വിറ്റതെന്നേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചുള്ളൂ. അദ്ദേഹം അറിയണ്ടേ? അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ. മാത്രമല്ല ദേവസ്വം ബോർഡ് മെമ്പർമാരെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, അല്ലേ? CPM-ന്റെ പത്മകുമാർ മുൻ MLA ആയിരുന്ന ആളാ CPM-ന്റെ, ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് CPM വെച്ചേക്കുന്ന ആളുകളാണ്. CPM വെച്ചേക്കുന്ന ആളുകൾ അവിടെ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രൻ അറിയില്ലായിരുന്നു എന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കുക? അപ്പൊ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അദ്ദേഹമാണ് പറഞ്ഞു വിട്ടത്. അതിന്റെ തെളിവുകളൊക്കെ ഞാൻ ഹാജരായിക്കോളാം.